കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര ഗ്രാമങ്ങളിൽ ഉത്സവകാലം എത്തിയതോടെ ചാത്തമംഗലം വെല്ലനൂരിലെ വടക്കേ കുറുമ്പനത്തൊടി രമേശന് തിരക്കോട് തിരക്കാണ്. ഏത് കാവുകളിലും ക്ഷേത്രങ്ങളിലും ഉത്സവത്തിന്റെ വരവറിയിക്കണമെങ്കിൽ രമേശൻ തയ്ച്ചെടുത്ത കൊടികൾ തന്നെ വേണം. വർഷത്തെ പോലീസ് ജീവിതത്തിൽ ASI ആയി വിരമിച്ച ശേഷമാണ് പാരമ്പര്യമായി പകർന്നു കിട്ടിയ ഈ കലയെ രമേശൻ ഗൗരവത്തിലെടുത്തത്. ഇന്ന് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ ഏത് ഉത്സവ സ്ഥലത്തും രമേശന്റെ കരവിരുതിൽ തീർത്ത ചേലുത്ത കൊടികൾ കാണാം. പിതാവിനൊപ്പം 14-ാം വയസ്സിലാണ് ആദ്യമായി കറുപ്പും വെള്ളയും ചുവപ്പും നിറത്തിലുള്ള കൊടികൾ തയ്ച്ചെടുക്കാൻ രമേശൻ പഠിച്ചത്. പിന്നെ ജോലി തിരക്കിൽ നീണ്ട ഇടവേള വന്നു. വിരമിച്ചതോടെ വീണ്ടും കൊടികൾ തയ്ച്ചെടുക്കുന്ന മേഖല തന്നെ രമേശൻ തിരഞ്ഞെടുത്തു. എൻ്റെ അച്ഛൻ പണ്ട് പഴയ ടൈലറായിരുന്നു. അപ്പോൾ അച്ഛൻ കുടിയടിക്കുമ്പോൾ അന്ന് അച്ഛനെ സഹായിക്കാൻ ഞാനും കുടി അടിക്കാണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അച്ഛൻ്റെ മരണശേഷം ജോലി കിട്ടുന്നതിനൊക്കെ മുമ്പേ ഞാൻ കുടിയടിക്കായിരുന്നു. ജോലി കിട്ടിയതിന് ശേഷം ഏകദേശം പോലീസിൽ ജോലി കിട്ടിയതിന് ശേഷം കുടിയടിക്കാന്നില്ല. അപ്പം പിന്നെ അത് തുടർച്ചയായിട്ട് ജ്യേഷ്ഠൻ കുടിയടിക്കൽ തുടങ്ങി. ജ്യേഷ്ഠനും മരിച്ചേരാൻ പിന്നീട് കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ ഞാൻ കുടിയടിക്കും. ആവശ്യക്കാരെ എത്തുന്നവരുടെ വയസ്സിനനുസരിച്ചാണ് കൊടികളുടെ നീളം കണക്കാക്കുന്നത്. കുട്ടികൾക്ക് 1 മുഴം മുതൽ 5 മുഴം വരെയാണെങ്കിൽ പ്രായം കൂടിയവർക്ക് 21 മുഴമാണ് കൊടിക്ക് വേണ്ടത്. ഉത്സവ സ്ഥലങ്ങളിൽ ഭംഗിയോടെ കാറ്റിൽ തൂങ്ങിയാടുന്ന കൊടികൾ മനുഷ്യരൂപത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. 2 കാലും ഉടലും 2 കൈകളും തലയുമായാണ് കൊടികളെ കണക്കാക്കുക. ഏറെ ക്ഷമ വേണ്ട കൊടി നിർമ്മാണത്തിലേക്ക് പുതിയ തലമുറ എത്തുന്നില്ലെന്നാണ് രമേശൻ പറയുന്നത്. ഈ പുതിയ തലമുറകൾ ഇപ്പം ഈ ടൈലറിങ് വരുന്നില്ല. അതുകൊണ്ട് ഇത്തരം പണികളൊന്നും കൊടികളൊന്നും അടിക്കാനുള്ള പുതിയ തലമുറകൾ തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് വരുന്നില്ല. അതുകൊണ്ട് ഇപ്പം ആർക്കും താല്പര്യമില്ല. ഓരോ ഭക്തരും പ്രാർത്ഥനാപൂർവം തന്നെ ഏൽപ്പിക്കുന്ന ഈ ദൈവിക കലയെ പറ്റുന്ന കാലത്തോളം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തിറയാട്ട കലാകാരൻ കൂടിയായ രമേശന്റെ ആഗ്രഹം.